നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഒക്കെ നമ്മൾ ചതയ്ക്കുന്നതിനൊക്കെ ഇങ്ങനത്തെ കല്ല് യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കല്ല് വാങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടാണോ നിങ്ങൾ യൂസ് ചെയ്യാറ്? എന്നാൽ അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇത് സീസൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതിൽ നല്ല പോലെ പൊടികളൊക്കെ ഉണ്ടാവും ഇവരിത് ഉണ്ടാക്കിയെടുക്കുമ്പം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിലുള്ള പൊടികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. എന്നാലും ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മളിത് ഒരു ദിവസം മുഴുവനായിട്ട് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണം. അത് ഒരു ദിവസം കംപ്ലീറ്റ് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചതയ്ക്കുന്ന ഇതുണ്ടല്ലോ അതും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് കഞ്ഞിവെള്ളം കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ വെയിലത്തൊക്കെ വെക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചോ അങ്ങനെയൊന്ന് തുടച്ചെടുക്കാം. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഉപ്പ് നമുക്ക് ഇതുകൊണ്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ അരിയാണ് എടുക്കുന്നത്, പച്ചരി അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ അരിയോ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അരി ആയാൽ മതി. അതൊന്ന് പൊടിച്ചെടുക്കണം നല്ല പോലെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പൊടിച്ച് എടുക്കുക എന്ന് മാത്രമല്ല, ഇത് കല്ലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. നല്ല പൊടിയാവട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പൊടി നന്നായി പൊടിഞ്ഞതിന് ശേഷം ഈ പൊടി ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. നമ്മൾ ഈ ചതയ്ക്കുന്ന അതിലും ഒന്ന് ആക്കി കൊടുക്കുക. കാരണം അതിൻ്റെ കൂടെ ആ ഒരു കല്ലിൻ്റെ പൊടിയൊക്കെ അങ്ങ് ഇളകി വന്നോളൂ. എന്നിട്ട് ഇത് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂറോളം കുറച്ച് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ പറ്റുന്ന വിധത്തിൽ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതും അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഉരച്ച് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കല്ലിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കാരണം അത് നമ്മളെ ഫുഡിൻ്റെ കൂടെ അകത്ത് ചെന്നാൽ അത് നല്ലതല്ലല്ലോ. അതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ, നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയായാലും ഏതെണ്ണയായാലും തടവിയിട്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത് ശരിക്കും. എന്നിട്ട് നല്ല പോലെ തടവി എല്ലാ ഭാഗത്തും ആക്കി വെക്കുക. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇടികല്ലായാലും ഇതായാലും ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തണം, അതുപോലെ വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് കഴുകി സോപ്പൊക്കെ ഇട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുകിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ പറയുക, അതിൻ്റെ കളറും നല്ല ഒരു ചേഞ്ചായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ഇട്ട് ചതച്ചെടുക്കുകയോ ഇടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ വീഡിയോ ആയിക്കാണ്. അതുവരെ ബൈ.